ഹൈക്കോടതിക്ക് മുന്നിൽ ആത്മഹത്യാശ്രമം. ദമ്പതികളാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആംബുലൻസ് ഡ്രൈവറായ ബിനുവും ഭാര്യ ബിൻസിയുമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കോടതിക്ക് മുന്നിൽ ആംബുലൻസിൽ വെച്ചായിരുന്നു വിഷം കഴിച്ചത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ കൊച്ചിയിൽ നിന്ന് ചേരും. ഹൈക്കോടതിക്ക് മുന്നിൽ ആത്മഹത്യാശ്രമം നടന്നിരിക്കുകയാണ്. ദമ്പതികളാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തിനാണ് ഇത്തരമൊരു കടുങ്കൈ ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ആംബുലൻസിന് അകത്ത് വെച്ച് ഇരുവരും വിഷം കഴിക്കുകയായിരുന്നു. ഹൈക്കോടതിക്ക് മുന്നിൽ ഒരു ആത്മഹത്യാശ്രമം നടന്നിരിക്കുകയാണ്. മിഥുൻ അയ്യപ്പൻ വിശദാംശങ്ങളുമായി ചേരുന്നു. മിഥുൻ, എന്തിനാണ് ഈ ദമ്പതികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണ്? ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ആത്മഹത്യാ കുറിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പിൽ 6:30യോടെയാണ് ഇവർ ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തിയത്. ഒരു ആംബുലൻസ് ഡ്രൈവറാണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ച ബിനു എന്ന് പറയുന്നത്. രാവിലെ 6:30യോടെ ഹൈക്കോടതിക്ക് മുമ്പിലെത്തി ഇവർ ആംബുലൻസിനകത്ത് വെച്ച് വിഷം കഴിക്കുകയായിരുന്നു. ഒരു വീഡിയോ കൂടി ആംബുലൻസിനകത്തു നിന്ന് അവർ ചിത്രീകരിച്ചിരുന്നു. ഒപ്പം തന്നെ ഒരു ആത്മഹത്യ കുറിപ്പും ഉണ്ടായിരുന്നു. തന്നെ ലൈംഗികാതിക്രമ കേസിൽ വ്യാജമായി കൊടുക്കുകയായിരുന്നു. അതിന്റെ പേരിൽ സാമ്പത്തികമായും എല്ലാം ചൂഷണം ചെയ്തിരുന്നു. ഒരു ജഡ്ജിയും അതുപോലെ തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് തന്നെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നത്, ഈ വ്യാജ പീഡന ആരോപണത്തിൽ കുടുക്കിയത് എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും ഇരുവരെയും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6:30യോടെ ആംബുലൻസിലാണ് ഈ ഹൈക്കോടതിക്ക് മുമ്പിലെത്തി ഇരുവരും ആത്മഹത്യാ ശ്രമം നടത്തിയത്. ഓക്കെ മിഥുൻ അയ്യപ്പനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.